ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് കേട്ടോ. ഗുരുവായൂർ അനിയത്തിയുടെ മോളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. പിന്നെ ഗുരുവായൂർ വീടിൻ്റെ ഒരു ഹോം ടൂറും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്, ഗുരുവായൂർ. ഇത് നമ്മുടെ വീട് തന്നെയാണ്, അച്ഛൻ്റെ അമ്മയുടെയും വീടാണ് കേട്ടോ. മുമ്പ് ഇത് വല്യമ്മയ്ക്ക് അമ്പലത്തിൽ തൊഴാനായിട്ട് വെച്ച വീടാണ്. ഇപ്പോൾ വല്യമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് 2-3 കൊല്ലമായി. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് വല്യമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലായിട്ടോ. അപ്പോൾ വല്യമ്മ പോയതിന് ശേഷം ഇത് അച്ഛൻ്റെ അമ്മയുടെയും വീടായിട്ടോ. വല്യമ്മ ഞങ്ങളുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങളും പുറത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ടാലോ. ഇതിപ്പോൾ നമ്മൾ 1 വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഇട്ടിട്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കും. ദിവസ വാടകയ്ക്കും മാസ വാടകയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇതൊക്കെ നോക്കി നടത്തുന്നതും വാടകയ്ക്ക് കൊടുക്കുന്നതും ഒക്കെ. ഇപ്പം അച്ഛന് മാസവാടക കിട്ടും മാത്രം. ഇപ്പം നമ്മളും വാടക കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ കിഴക്കേ നടക്കിൽ നിന്നും 3 മീറ്റർ ദൂരത്തിലാണ് ഈ വീടുള്ളത്. കാരണം നിങ്ങൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, ആർക്കെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കണം, ഗുരുവായൂർ കുളിച്ചു തൊഴും ഒക്കെ വേണമെങ്കിൽ ഈ വീട് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് പേരുണ്ടെങ്കിലൊക്കെ നമുക്കൊരു വീടെടുത്ത് തങ്ങുന്നതായിരിക്കും സൗകര്യം കേട്ടോ. കാരണം ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ 4 പേര് മാത്രമേ ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഒരു വീടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വണ്ടി നിറയെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീടെടുത്താൽ വളരെ സൗകര്യമായിരിക്കും. വീട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ട് അമ്പലത്തിൻ്റെ ഒച്ചപ്പാടുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് പച്ചക്കറിത്തോട്ടമൊക്കെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ മാസത്തിൽ 1 തവണ ഇവിടെ വന്നിട്ട് പച്ചക്കറിയൊക്കെ നട്ടിട്ട് പോവും. ഇപ്പോൾ നോക്കുന്നതൊക്കെ അവരാണ് കേട്ടോ, വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള അവരാണ്. ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കുന്നതൊക്കെ അവരാണ്. കോവയ്ക്കൊക്കെ നട്ടിട്ട് കോവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അല്ലാതെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിലത്തെ ചെടികളും കുറച്ച് ചെടികൾ, മുളക്, അങ്ങനെ എന്തൊക്കെയോ അച്ഛൻ നട്ടിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ കലാപരിപാടികളാണ്. വീടിൻ്റെ സൈഡിലും എല്ലാം ചട്ടിയിലും കവറിലും എല്ലാം പച്ചക്കറി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുരുവായൂർക്കൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വീട് എടുക്കുന്നതാവും സൗകര്യം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കുറച്ച് വഴുതനങ്ങയും പച്ചമുളകും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ 2 വഴുതനങ്ങയും കൂടെ പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ വീട്ടിൻ്റെ പുറത്തെ വിശേഷങ്ങളൊക്കെ നമ്മളിതാ കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളും കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണതൊന്നും അറിയാതെ സിറ്റ് ഔട്ടിൽ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണേ. വന്നിട്ടുള്ള ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്ന് പോയതാണ്. എല്ലാവരും ഇതുപോലെ ക്ഷീണിച്ച് എല്ലാവരും ഇരിപ്പാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഗുരുവായൂർക്ക് ഒരു 1-1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ക്ഷീണത്തിലാണ് എല്ലാവരും. ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഹാള് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ വല്യമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന പാടെ ഇവരൊക്കെ ഇരിക്കുന്നത് കാരണം തന്നെ ഹാളൊന്നും ഫുള്ളായിട്ട് എടുക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ ചെറിയമ്മയുടെ മോളും കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. അവിടെ വേറൊരാൾ ക്ഷീണിച്ച് മലന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ എടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഞാൻ എണീറ്റ് പോവില്ല എന്ന് പറഞ്ഞ് AC ഒക്കെ ഇട്ട് ഫുൾ റെസ്റ്റിലാണ് ആളിട്ടോ. മൊബൈലൊക്കെ പിടിച്ച് മൊബൈലും കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ കിടത്തം കണ്ടാൽ തോന്നും ഇവൾക്കാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ക്ഷീണം. ബെഡ്റൂമിലാണെങ്കിൽ നമുക്കൊരു 4-5 പേർക്ക് കിടക്കാവുന്ന 2 കട്ടിൽ കൂട്ടിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ റൂമിലെ നമ്മുടെ ബാത്റൂം. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ 2 ബെഡ്റൂമിലും AC ഉണ്ട്. അപ്പോൾ ഈ റൂമിലാണെങ്കിൽ നമുക്ക് 2 പേർക്ക് കിടക്കാവുന്ന കട്ടിലുണ്ട്. പിന്നെ താഴെയും വേണമെങ്കിൽ പായ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ എക്സ്ട്രാ ബെഡൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ താഴെ വേണമെങ്കിൽ നമുക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിലെ ബാത്റൂം കേട്ടോ. നേരത്തെ നമ്മൾ ഹാളിലത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഹാളിലും നമുക്ക് 2 ബെഡ് ഇട്ടിട്ടുണ്ട്. 2 പേർക്ക് സുഖമായിട്ട് ഓരോ സിംഗിൾ ബെഡാണ് ഇട്ടിട്ടുള്ളത്. 2 പേർക്ക് നമുക്ക് ഹാളിലും അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.
നമുക്ക് TV ഉണ്ട്, കേബിൾ കണക്ഷൻ ഉണ്ട്, അങ്ങനെ സകല സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചണിലാണെങ്കിൽ സകല സൗകര്യങ്ങളും ഉണ്ട്. ഗ്യാസ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ചായയൊക്കെ വെക്കാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്ക് കിച്ചണിലുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിനോട് അടുത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്, അവിടെയും ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 3 ബാത്റൂം ഉണ്ട്. അപ്പോൾ ബാത്റൂമിൽ കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ വീട്. അപ്പോൾ ഗുരുവായൂരൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ ഉച്ചയ്ക്കൊന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നമ്മളിതാ അനിയത്തിയുടെ മോളുടെ പ്രാക്ടീസ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റാണേ. അപ്പോൾ പിറ്റേ ദിവസം അരങ്ങേറാനുള്ളതല്ലേ, അപ്പോൾ ടീച്ചർക്ക് ഒന്ന് പ്രാക്ടീസ് സെഷനും പ്രാക്ടീസൊക്കെ ചെയ്തോന്നൊക്കെ നോക്കുന്നുണ്ട്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നപ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങി അടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ മൂത്ത മോളും ഉണ്ട്, ചെറിയമ്മയുടെ മോളുടെ മോളും ഉണ്ട് എൻ്റെ കൂടെ. പിന്നെ ക്യാമറയ്ക്ക് ബാക്കിൽ എൻ്റെ 2 മക്കളും ഉണ്ട് കേട്ടോ. അവർ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ കൂടെ വരില്ല. അപ്പോൾ ഗുരുവായൂരത്തെ കടകളും ഞങ്ങൾ കുറേ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കണേ. കാരണം കുറേ ഡ്രസ്സുകളും ധാവണി സെറ്റ് സാരിയും ഒക്കെ നമ്മൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകുമല്ലേ, അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ. സന്ധ്യാനേരത്ത് നമുക്ക് ആ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ആ ഗുരുവായൂർ അമ്പലനടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. ഗുരുവായൂർ നമ്മളെപ്പോൾ പോവുകയാണെങ്കിലും ഒരുപാട് ആൾക്കാരും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഇങ്ങനെ ആളൊഴിഞ്ഞ ആ ഒരു പ്രതീതിയിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ ഇടയിലൂടെ ആ ദീപാരാധന സമയത്ത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഉന്മേഷം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കറങ്ങി അടിച്ച് നടന്നു. എന്നിട്ട് ഗുരുവായൂർ കണ്ണനെയും തൊഴുതു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് എപ്പോഴും തിരക്കാണ്, ക്യൂ നിന്നിട്ട് വേണം തൊഴാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ മുതിർന്നില്ല. ഞങ്ങളിതാ പുറത്ത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നിട്ടുണ്ട്, പുറത്തൊക്കെ ഒന്ന് തൊഴുതിട്ടുണ്ട്. അതിനുശേഷം കുളക്കടവിൽ വന്നിട്ട് കുളത്തിലോട്ട് നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. ശാന്തമായ കുളം, ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെക്കാട്ടിലും ഭംഗിയും സമാധാനവും ഒക്കെ ഈ സന്ധ്യ നേരത്തെ ഗുരുവായൂർ വന്നാലാണ്. കുളക്കടവും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ നടയിൽ കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്കും എല്ലാം കൂടി ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഡാൻസൊക്കെ കാണാനും തൊഴാനും ഒക്കെ ആയിട്ട് അമ്പലത്തിലോട്ട് പോകുന്നതാണ്. അപ്പോൾ കിഴക്കേ നടയിൽ നമ്മളതാ കണ്ണനെ നോക്കിയിട്ട് അങ്ങനെ തൊഴാനായിട്ട് നിന്നിട്ടുണ്ട്. കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റിയില്ല. ഗംഭീര തിരക്കായിരുന്നു. ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് 9 മണിക്കാണ് കേട്ടോ ഡാൻസിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 1 മണിയാകുമ്പോൾ തുടങ്ങിയ മേക്കപ്പാണ്. എന്നിട്ട് രാവിലെ 8:30-8:30. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്